റൈച്വസ്നെസ്, നീതീകരണം. തേജസ്കരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിൽ അതിനോട് അസോസിയേറ്റഡ് ചെയ്തായിട്ട് നീതീകരണം അതും കൂടെ അറിഞ്ഞിരിക്കണം. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിക്കുന്നതാണല്ലോ റോമർക്കെഴുതിയ ലേഖനത്തിനകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് 8-ാം അധ്യായത്തിൽ പറഞ്ഞു മുൻനിയമിക്കുന്നവരെ വിളിക്കുകയാണ്. അപ്പോൾ വിളിയുള്ളവെന്ന് അതായത് പ്രീഡിസ്റ്റൈൻഡാണ്. നമുക്കൊക്കെ ഈ ഉന്നത പദവി ഉണ്ടെന്നും ഇപ്പോൾ എനിക്ക് അതായത് ഈ റോമർക്കെഴുതിയ ലേഖനം 8 അത് തന്നെ വായിക്കാം, വചനം എടുത്ത് തന്നെ വായിക്കാം. വചനം വളരെ നിർബന്ധമാണ് ദൈവത്തിന്. വചനമായിട്ട് വായിക്കണം. അതുകൊണ്ടാണ് ഈ വേദപുസ്തകത്തിൽ നിന്ന് വചനം പോലെ മുൻനിയമിച്ച റോമർക്കെഴുതിയ ലേഖനം 8-ന്റെ 30 വരും, ചിലത്തിന് 29 വരും. എനിവേ 29-30 വായിക്കുക. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ മുൻനിയമിച്ചവരെ വിളിക്കുക എന്ന് പറയുമ്പം വിളി കേട്ട വ്യക്തികളാണ്. നമ്മൾക്ക് വിളി കേൾക്കാത്ത, നമ്മൾക്ക് വിളി കേട്ടവരാണ്. കേൾക്കാതിരുന്നെങ്കിലും കർത്താവ് നിർബന്ധമായിട്ട് വിളിച്ചു മാറ്റി. അവർക്കൊന്നും നോ പറയാനൊക്കത്തില്ല. കാരണം വി ആർ ഡൂംഡ് വിത്തൗട്ട് ഗോഡ്. നമുക്ക് ദൈവം ഇല്ലാതെ ഒന്നുമില്ല. ചില അമ്മച്ചിമാരോട് വേദപുസ്തകം അവർക്കില്ലെങ്കിൽ അവർക്ക് ജീവനില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം കൊണ്ടുവന്നെങ്കിൽ വേദപുസ്തകമായിരിക്കണം നമ്മുടെ കയ്യിലുള്ളത്. എപ്പോഴും നമ്മുടെ കയ്യിൽ വേദപുസ്തകം, പലരും ഈ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ചെറിയൊരു വേദപുസ്തകമെങ്കിലും അവരുടെ ബാഗിനകത്ത് കയറ്റി വെക്കും. അവരാരും അറിയത്തില്ല, ബട്ട് ഇറ്റ് ഈസ് ദെയർ വിത്ത് ദം. പിന്നെ മൊബൈലിൽ കൂടെ കാണാം. എങ്കിലും ഒരു പുസ്തകമായിട്ട് തന്നെ കയ്യിലിരിക്കുന്നത് നല്ലതാണ്. എന്താണെന്നേലും നീതീകരിക്കുക എന്ന് പറയുന്നൊരു ലീഗൽ ടേംസാണ്. അതായത് കുറ്റമില്ലാത്തവനായിട്ട് കാണുക, അന്ന് നീതീകരിച്ച് അവന് അതായത് നമ്മൾ ഒരാളെ കണ്ടുപിടിച്ചു അവൻ കൊലയാളിയാണെന്ന് പറയുന്നു എങ്കിലും കേസിനകത്ത് അവൻ കുറ്റമില്ല, അവൻ കൊല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ കൊലയാളിയാണെന്ന് വിളിക്കാനൊക്കത്തില്ല. നീതീകരിച്ചു, അവനത് ഫ്രീ ആയിട്ട് ഇതിൽ കൂടെ നടപ്പുണ്ട്. നമ്മളെ അതുപോലെ തന്നെ ദൈവം പാപം മൂലം മരണത്തിന് നിയോഗിച്ചവരെ, അതായത് പിശാച് നമ്മുടെ മേൽ റൂൾ ചെയ്യാണ്. നീ മരിച്ചുപോ, നീയാണ് നിൻ്റെ മരണം ഇന്നാണ്, ഞാനാണ്. കർത്താവ് വെളിപ്പാടി പറയുന്നത് മരണത്തിൻ്റെയും ജീവൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലാന്നൊക്കെ നമ്മളങ്ങ് മറന്നു പോകുന്നേരം. അന്നേരം മരണത്തിൻ്റെയും ജീവൻ്റെയും താക്കോൽ എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്, നിനക്കൊന്ത് അധികാരം, നീ പോയി വേറെ വല്ലയിടത്തും പോകുമെന്ന് പറയാനുള്ള ധൈര്യം വരണം. ഉണ്ട്, പറയാൻ അധികാരമുണ്ട്, പറയണം, പറയുന്നതിന് ശക്തിയുണ്ട്. പറഞ്ഞിട്ട് ചിലപ്പോൾ മരിച്ചു ചിലപ്പോൾ മരിച്ചു പോയിരിക്കും ജഡം, പക്ഷെ നിത്യജീവൻ കൊടുക്കും അപ്പച്ചൻ മുൻപേ. അത് അപ്പച്ചൻ്റെ വിശ്വസ്തതയാണ്. എന്നിട്ട് ചില ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, മരിച്ചിട്ട് ഒരല്പം നേരം കൂടെ കർത്താവ് ജീവൻ കൊടുക്കും. അവരുടെ അമ്മയെങ്ങാണ്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവനെ നിത്യരക്ഷ കൊടുക്കാൻ. ആ നിമിഷത്തിൽ യേശുവിനെ കാണിച്ചിട്ട് യേശുവിനെ സ്വീകരിപ്പിക്കും. അറിയാമോ? സ്വീകരിക്കണം. യേശുവിനെ വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കണം. നമ്മൾ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. നമുക്ക് എൻ്റെ ആത്മാവ് പറയണം, എല്ലാവരും പറയുകയല്ല, എനിക്കറിയണം ഞാൻ യേശുവിനെ സ്വീകരിച്ച വ്യക്തി. എന്നാ തീരുമാനം എടുത്തെന്ന് എനിക്കറിയണം. അതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. ദുഷ്ടൻ വന്ന് നമ്മുടെ മേൽ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, എന്നെ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് എനിക്കൊരു അധികാരമുണ്ട്, അല്ലെ അവൻ്റെ നാമത്തിൽ ഞാൻ രക്തത്താൽ കഴുകപ്പെട്ട് കഴിഞ്ഞ വ്യക്തിയാണ്, എൻ്റെ പാപത്തിനും രോഗത്തിനും മരണത്തിനും വേണ്ടി അവൻ ഏറ്റെടുത്തു എന്ന് പറയാൻ കുഞ്ഞുങ്ങളെ തൊട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെതാണോ എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ അറിഞ്ഞൂടാ. നമ്മൾ കൊച്ചിലെ വേദപുസ്തകത്തിലെ പാട്ടൊക്കെ പഠിപ്പിക്കും, അതൊക്കെ നല്ലതാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് അവരെ ഒരു ദിവസം മാറ്റിയിരുത്തി നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നവരെ പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഈ നമ്മൾ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ദൈവനീതിയെ കെടുത്താൻ നോക്കുന്നവരാണ്. ഞാനത് ചെയ്തു, ഞാൻ ഉപവസിച്ചു, ഞാൻ ഒരു നേരം മാത്രമേ കഴിക്കുന്നുള്ളൂ, ഞാൻ ഇത്ര പേർക്ക് കാശ് കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ഞാൻ അതൊക്കെ ചെയ്തു. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ബട്ട് ഡിഡ് ഇറ്റ് ഒറിജിനേറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്? ഉറവ ശരിയാണോ? ഒരു വലിയ പോയിൻ്റാണ്. നീതീകരിക്കുന്ന ദൈവം ഒരു വഴിയേ ഉള്ളൂ നീതീകരണത്തിന്, ക്രിസ്തു എന്ന പേര്. അതുകൊണ്ടാണ് 2 തരത്തിലുള്ള നീതീകരണമുണ്ട് മനുഷ്യൻ്റെ ഇടയ്ക്ക്. ഇത് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ പിശാചിനുണ്ടല്ലോ, നമ്മളെത്ര വലിയ നന്മ ചെയ്യുന്നുണ്ട് അവന് നമ്മളെ പേടിയൊന്നുമില്ല. അതിനാണെങ്കിൽ വലിയ പണക്കാർ ഒത്തിരി കാശുള്ളൊരു സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉന്നത ഇരിക്കുമ്പോൾ തന്നെയാണ് പലപ്പോഴും സൂയിസൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 14-ാം നിലയിൽ നിന്ന് ആളുകൾ ചാടുന്നത്? ബിക്കോസ് തന്നെത്താനെയുള്ള നീതീകരണത്തിൽ, തന്നെത്താനെയുള്ള നീതിത്തെ നമ്മളൊക്കെ ഓരോരുത്തർ പടം എടുക്കുമ്പോൾ ഇങ്ങനെ വെക്കും. വാട്ട് ഫൂളിഷ് തിങ് വി ആർ ഡൂയിങ്, ഇല്ലേ? എന്ത് മഹത്വം ഇരിക്കുന്നത് ദൈവം ഇല്ലാതെ. എന്നിട്ട് പിന്നെ അതൊരു കൊട്ടിഘോഷിക്കുന്ന നാണംകേടായി മാറ്റുക. ഇതിനൊക്കെ നമ്മളും അറിയാതെ കൂട്ടു നിൽക്കുകയാണ്. അതൊക്കെ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. നമ്മളോട് പിശാചിനുണ്ടല്ലോ, നമ്മുടെ നീതീകരണം കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല.
വി ആർ ലിവിങ് ഇൻ ദ ഗിഫ്റ്റ് ഓഫ് റൈറ്റ്യസ്നെസ്. കർത്താവ് ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിന് മരണമില്ല. ആ ദൈവത്തെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നതെങ്കിൽ എനിക്ക് മരണമില്ല. അത് ഇറ്റേണൽ ലൈഫാണ്. അപ്പം എനിക്ക് നിയമപരമായിട്ട് ദൈവവുമായിട്ട് ദാസ്യത്വ രൂപം മാറിയിട്ട് പുത്രത്വത്തിൻ്റെ അവകാശത്തെ കിട്ടിയെന്ന് റോമർക്കെഴുതിയ ലേഖനം 8:14-15 വാക്യത്തിൽ പറയുമ്പം ഞാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം കിട്ടിയെന്ന് പറയുമ്പം അവിടെ ഒരു വ്യത്യാസമുണ്ട്. അന്നേരമാണ് നമ്മൾ ഈ ഡിഫൻസിന് പകരം ഡൊമീനിയൻ അധികാരം എടുക്കും. യു ആർ ഓതറൈസ്ഡ്, യു ആർ എ ന്യൂ ക്രിയേഷൻ. Satan understands the judicial system of the universe. പിശാചിന് നിയമത്തെ തെറ്റിക്കുക, അതായത് ഒരു കവനൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ പിശാചിനെ തൊടാനൊക്കത്തില്ല. നിയമം, അവന് നിയമത്തിനെ തൊടാനൊക്കില്ല. 10 കൽപ്പനകൾ എഴുതി, പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ ഒബ്സർവ് ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ലായിരുന്നു. പക്ഷെ പുതിയ നിയമം ആയപ്പം പഴയ 10 കൽപ്പനകളുടെയും ഉറവിടമായ ക്രിസ്തു കൃപയിൽ നമ്മളെ നിർത്തി നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അതായത് ഹീ ഈസ് റിഡീംഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പം ഐ ആം ജസ്റ്റിഫൈഡ്. ജസ്റ്റിഫൈഡ് മീൻസ് ഐ ഹാവ് നോ മോർ സിൻ ഇൻ മീ. ദൈവം നോക്കുമ്പോഴും മനുഷ്യൻ നോക്കുമ്പോഴും പിശാച് നോക്കുമ്പോഴും ഐ ബിലോങ് ടു ഗോഡ് ഹിംസെൽഫ്. അത് റൈറ്റ്യസ്നെസ്സിനകത്ത് 2 തരത്തിലുള്ള റൈറ്റ്യസ്നെസ് ഉണ്ട്. നീതീകരണം അല്ലെങ്കിൽ നീതീകരണം സ്വന്തം കഴിവുണ്ട്, ഹ്യൂമൻ പെർഫോമൻസ്, സെൽഫ് എഫേർട്ട്. ഞാനത് ചെയ്തു, ഞാനൊരു വലിയ മോറലി പ്രിൻസിപ്പിളുള്ള വ്യക്തിയാണ്, ഞാൻ അങ്ങനത്തെ കുറ്റമൊന്നും ചെയ്യത്തില്ല, വാട്ട് ഡു യു തിങ്ക് ഓഫ് മീ എന്നൊക്കെ നമ്മൾ അക്സെപ്റ്റൻസ് വിത്ത് ഗോഡ്, അതായത് എനിക്ക് ദൈവത്തിന് എന്നെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ നമ്മുടെ സ്വന്തം കഴിവിലങ്ങ് പറയുമ്പം അവിടെ സെൽഫ് റൈറ്റ്യസ്നെസ്സിനകത്ത് വരുന്നത്. അത് പെർഫോമൻസ് റൈറ്റ്യസ്നെസ്, അതായത് ഞാൻ ചെയ്ത പ്രവൃത്തിയെ ആശ്രയിച്ചിട്ടാണ് എനിക്ക് നന്മ നിൽക്കുന്നത്. ദൈവത്തിലാവുന്നത് നന്മ ചെയ്യുക, അത് വേറെ കാര്യം. ഞാൻ നന്മ, അതായത് ഞാൻ എൻ്റെ പേര് പേപ്പറിൽ വന്ന് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അത് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അങ്ങനെയാണ് അന്നത്തെ സമയത്ത് അത് ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, സെൽഫ് റൈറ്റ്യസ്നെസ് ഇസ് നോ പ്ലേസ് ആൻഡ് ദി ഡെവിൾ ഹി ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഇറ്റ്. പക്ഷേ നമ്മൾ ജോലി ചെയ്തിട്ട് എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ഇമോഷൻസിൽ, എൻ്റെ പേഴ്സണൽ ക്യാരക്ടറിൽ ചെയ്യുന്നതിനൊന്നും വിലയില്ല. കാരണം യെശയ്യാ 64 പറയുന്നുണ്ട്, 64:6 തോന്നുന്നു പറയുന്നത്, നിൻ്റെ നന്മപ്രവൃത്തികളെല്ലാം ജീർണവസ്ത്രം പോലെ ഇരിക്കുന്നു. 64:6 അങ്ങനെ തന്നെയാണ് പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 10:3 റോമർക്കെഴുതിയ ലേഖനം 10:3 അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പം എൻ്റെ നന്മപ്രവൃത്തിയും കൊണ്ട് പിതാവിന് മുമ്പിൽ ചെല്ലാമെന്ന് ആരും വിചാരിക്കണ്ട. 10:3 ഇങ്ങനെയാണ് പറയുന്നത്, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ. എന്ത് നീതി എന്നാൽ ദൈവത്തിൻ്റെ നീതി, മനുഷ്യൻ്റെ നീതി എന്നല്ല. ഇവിടെ വായിച്ചു നോക്കുക ക്ലിയറായിട്ട്. റോമർക്കെഴുതിയ ലേഖനം 10:3 അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വളരെ പ്രധാനമാണ് ഈ ഒരു പോയിന്റ് തലയിലിരിക്കണം. ദൈവത്തിൻ്റെ നീതി എന്തെന്ന് അറിഞ്ഞുകൂടാ. പലപ്പോഴും ദൈവത്തിൻ്റെ നമ്മൾ ഈ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് ചിന്തിക്കാൻ, ഈ താമാറിൻ്റെ കഥ, താമാറിന് ആദ്യ ഭർത്താവ് മരിച്ചു, പിന്നെ 2 അതും മരിച്ചു, പിന്നെ ഉള്ളതിനെ കൊടുത്തുമില്ല. അപ്പോൾ താമാർ പിന്നെന്ത് ചെയ്തു? ഈ യൂദ ഒരു കാരണവശാലും മക്കളെ തരത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താമാർ ഒരു വേശ്യവസ്ത്രം എടുത്തുകൊണ്ട് റോഡ് സൈഡിൽ പോയിരുന്നെന്ന്. നമുക്ക് കേൾക്കുമ്പോൾ ഇത് മനസ്സിലാകത്തില്ല, ദൈവം എന്താണ് ഈ പറയുന്നത്. വേദപുസ്തകത്തിലെ കഥയാണ് ഞാനീ പറയുന്നത്. അന്ന് യൂദ അതിലൂടെ പോയി, യൂദ താമാറിനെ കണ്ടു, ഒരു വേശ്യാന്ന് വിചാരിച്ച് വിളിച്ചുകൊണ്ട് പോയി, അങ്ങനെ ഗർഭം ധരിക്കുന്നു. ദൈവത്തിൻ്റെ വിത്ത്, അതായത് ദൈവത്തിൻ്റെ തലമുറ നശിപ്പിക്കാൻ വേണ്ടി പിശാച് എത്ര പേരെ കൊന്നെന്ന് നോക്കിക്കേ. 3-4 പേരെ കൊന്നിട്ട് മക്കളുണ്ടാകാതെ അപ്പം അമ്മായിപ്പം പറഞ്ഞു ഇനി ഞാൻ തരത്തുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം താമാർ തന്നെത്താൻ ഒരു വേശ്യാവസ്ത്രം ഉടുത്തിട്ട് അവിടെ ചെന്നിട്ട് അങ്ങനെ താമാർ കൂടെ പേരസ് ഉണ്ടാകുന്നു. പിന്നെ അങ്ങനെ വംശാവലി വീണ്ടും യേശുവിൻ്റേത് കടന്നു വരിക. അപ്പോൾ യേശുവിൻ്റെ വംശാവലി ഇല്ലാതാക്കാൻ പിശാച് അന്ന് പരിശ്രമിച്ചപ്പം ദൈവം താമാറിനെ എടുത്ത് ഉപയോഗിച്ചു. നമുക്ക് നോക്കുമ്പോൾ അത് നീതിയായിട്ട് തോന്നുന്നില്ല, പക്ഷെ ദൈവം അത് നീതിയായിട്ട് കണക്കിട്ടു. മനുഷ്യൻ്റെ കണ്ണല്ലല്ലോ ദൈവത്തിൻ്റെ കണ്ണ്. നമ്മൾ ഓർക്കണം. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവന് നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. നമ്മുടെ ന്യായപ്രമാണമല്ല നമ്മളെ ഇപ്പം ഭരിക്കുന്ന ന്യായപ്രമാണം ഫൗണ്ടേഷനാണ്. പക്ഷെ വി ആർ ലിവിങ് ഇൻ ദ ഗ്രേസ് ഓഫ് ലോഡ്.
അപ്പം നമ്മുടെ ഇമോഷനിലോ നമ്മുടെ ഫീലിങ്സിലോ ചെയ്താൽ അതുകൊണ്ടൊന്നും പിശാചിനൊരു പേടിയൊന്നുമില്ല. പിശാചിന് പേടി വരുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിശാച് പേടിക്കുന്നു. പെർഫോമൻസ് റൈച്ചസ്നെസ് ക്യാരീസ് നോ ലീഗൽ റൈറ്റ്. അതായത് ഞാൻ പ്രവൃത്തി ചെയ്തുകൊണ്ട് നീതിയായിട്ട് കണക്കിപ്പെട്ടു എന്ന് പറഞ്ഞല്ലെങ്കിൽ പിശാചിന് ഒരു പേടിയില്ലെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ നമ്മൾ വേറൊരു നീതി കണ്ടുപിടിക്കണം. റൈച്ചസ്നെസ് ഇസ് എ ലീഗൽ ഗിഫ്റ്റ്. ഇതാണ് നമ്മുടെ ആവശ്യം. നീതീകരണം നിയമപരമായിട്ട് ദാനമായിട്ട് തരികയാണ്. കാരണം എനിക്ക് വേണ്ടി യേശു പാപപരിഹാരമായിട്ട് തൻ്റെ രക്തം കൊടുത്ത ഒറ്റ കണ്ടീഷനിനാൽ ഐ ഹാവ് ബിക്കം റൈച്ചസ്. ദിസ് ഈസ് വെരി ഇതാണ് നിയമപരമായിട്ട്. ഇപ്പം ഞാൻ കോർട്ടിൽ ആർഗ്യൂ ചെയ്യാണ്, ഇപ്പം ഞാൻ ഹൈക്കോർട്ടിൽ ആർഗ്യൂ ചെയ്യുക, സുപ്രീം കോടതിയിൽ ആർഗ്യൂ ചെയ്യുകയാണെങ്കിലും ഞാൻ ഈ ഒരു പോയിൻ്റ് എടുത്താൽ ഇതിനെ ബദൽ ചെയ്യാൻ ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സാധിക്കത്തില്ല. അതാണ് ഇതിൻ്റെ സത്യം. റൈച്ചസ്നെസ് ഇസ് എ ലീഗൽ ഗിഫ്റ്റ്. അപ്പം ന്യൂ പേഴ്സണായി മാറുകയാണ്. ദി എബിലിറ്റി ടു സ്റ്റാൻഡ് ബിഫോർ ഗോഡ് അണ്ടർ ദ ന്യൂ കവനൻറ്റ്, പുതിയ നിയമം. അപ്പോൾ ഇവിടെ സെൻസ് നോളജ് അല്ല. എനിക്ക് ഐ ക്യാൻ അപ്രോച്ച് ഗോഡ് വിത്തൗട്ട് എനി ഷെയിം. ദർ ഇസ് നോ കോണ്ടംനേഷൻ ഇൻ മീ നൗ. ഫിലിപ്പിയർ 3:9 പറയുന്നുണ്ട്. അത് പോൾ റിജക്റ്റഡ് ഹിസ് ഓൺ റൈച്ചസ്നെസ് ബട്ട് റിസീവ്ഡ് ഫ്രം ജീസസ് ബൈ ഫെയ്ത്ത്. അത് വായിക്കാം. ഫിലിപ്പിയൻസ് എഴുതിയ ലേഖനം 3:9. പൗലോസ് പറയുകയാണ്, എൻ്റെ നീതിയൊന്നും എനിക്ക് അതും മനസ്സിലാക്കണമെങ്കിൽ 3-ാം സ്വർഗം വരെ നമ്മൾ പോകണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ പറയാനോ, പക്ഷേ ഇറ്റ് ഹാസ് ടു സിങ്ക് ഇൻ അവർ ഹാർട്ട്. ഫിലിപ്പിയർ 3:9 എന്താ വായിക്കുന്നത് നോക്കാം. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഞാൻ പറയുന്ന ഈ വചനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം തൊട്ടാൽ കറക്റ്റായി. അത് മതി അന്നത്തേക്ക്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:9 എങ്ങനെയാണ് വായിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന് എണ്ണുന്നു. അപ്പോൾ നീതി ദാനമായിട്ട് എനിക്ക് ലഭിക്കണം. ഇവിടെ എൻ്റെ പ്രവൃത്തിയല്ല. അതുകൊണ്ടാണ് ചില സ്ത്രീകളെ എനിക്കറിയാം, അവരൊന്നും കാര്യമായിട്ട് ചെയ്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചോദിക്കാറോട്, എന്താ പള്ളിയിലൊന്നും പോകാറോ? ഞാൻ പള്ളിയിൽ അധികം പോകാറില്ല. പ്രാർത്ഥനയ്ക്ക് പോകണോ? അതും പോകാറില്ല. ഞാൻ നിങ്ങൾ എന്താണ്? അവർ വീട്ടിനകത്തിരുന്ന് തന്നെ വചനം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും രാവും പകലും. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതവർക്ക് വിളിയായിരിക്കണം. രാത്രിയും പകലും രാത്രി ഈ പുസ്തകം അവരുടെ കയ്യിൽ നിന്ന് മാറില്ല. പ്രായമുള്ളവരുടെ കാര്യം ഈ പറയുന്നത്. അത് നീതിയാണ്. ദൈവമാണ് കണക്കിട്ട്, ഞാനല്ല വിധിക്കേണ്ടത്. അത് കർത്താവ് അവർക്ക് കൊടുത്ത ജോലിയാണെങ്കിൽ ഷീ ഈസ് ഹാപ്പി ഇൻ ദാറ്റ് പൊസിഷൻ. എത്ര പ്രായമുള്ള അപ്പച്ചന്മാർ വീട്ടിലിരുന്ന് വേദപുസ്തകം വായിക്കുന്നു. പണ്ടത്തെ പോലെ നമ്മൾ കാണുന്നുണ്ട്. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ഫ്രണ്ട് റൂമിൽ വേദപുസ്തകം വായിക്കുന്ന വലിയപ്പച്ചന്മാരെ ആരെങ്കിലും കാണുന്നുണ്ട്. എല്ലാവരും TV ഓൺ ചെയ്തിട്ട് അതിനകത്തുനിന്ന് എല്ലാവരും ട്രംപിനെ മറ്റവരെയും വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെവിടെ കണ്ടെന്തെങ്കിലും അയാൾ ചെയ്യുന്ന ഒരു ദിവസം ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാനൊക്കത്തില്ല. എന്തെങ്കിലും ചെയ്യുന്ന അയാളെ വിധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെന്ത് ഗുണം? അതേക്കൊണ്ട് പ്രാർത്ഥിച്ച വല്ല പ്രയോജനമെങ്കിലും ഉണ്ട്. നമ്മൾ ഓരോരുത്തരെയും വിധിക്കാൻ എങ്ങനെ? ഈ TV ഓൺ ചെയ്യുന്നത് തന്നെ വല്ലവരും വിധിക്കാനാണ്. കാരണം നമ്മൾ അവരെക്കാട്ടി നല്ലതാണ് എന്ന്. അവരൊക്കെ ഈ മേളിൽ കാണിരിക്കുന്നവരൊക്കെ ചെയ്യുന്ന ഒരു ദിവസം ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ചെയ്യാനുള്ള കഴിവോ പ്രാപ്തിയില്ല. അന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരെങ്കിലും മേളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി, ദേശം ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറയുന്നുണ്ട്. എബ്രായ ലേഖനം 10:14 എടുക്കുകയാണ്. റൈച്ചസ്നെസ്സും ഈ നീതിയുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇച്ചിരി കാതലുള്ള പോയിന്റുകളാണ്, പക്ഷേ ചിലർക്കിത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇത് പറയിപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് വിച്ച് ഹാസ് ഓപ്പൺഡ് മൈ ഇന്നർ ഐ. ഞാനൊരു ലോയർ ആയതുകൊണ്ടായിരിക്കും എന്നെ നിയമം പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ബാരിസ്റ്റർ ലോ പഠിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് ദൈവം പറഞ്ഞത്. എന്നോട് ദൈവം നേരിട്ട് പറഞ്ഞു, ഇല്ല, ഇനി ജീവനുള്ള നിയമം എടുത്ത് പഠിക്കാൻ. അതുകൊണ്ടായിരിക്കണം ഈ റെവലേഷൻസ് എനിക്ക് ലീഗൽ ടേംസിൽ പറയാൻ ഒക്കുന്നത്. എബ്രായ ലേഖനം 10:14 ഇങ്ങനെയാണ് പറയുന്നത്: ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. By one sacrifice he has made perfect forever those who are being made holy. എന്നേക്കുമായിട്ട് ഒറ്റ യാഗം കൊണ്ട് കാര്യം
അതാണ് ഇമ്പ്യൂട്ടഡ്. ദിസ് ഇസ് ദ റൈച്ചസ്നെസ് ഇസ് ഇമ്പ്യൂട്ടഡ് ടു മീ. അതായത് പാപി ഇവിടെ നിൽക്കുകയാണ്, കർത്താവ് ഇതിലെ പോയപ്പോൾ കർത്താവിൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. കറക്റ്റ് അല്ലേ? ഏലിയാവ് മുകളിലോട്ട് കയറിപ്പോയി. ഏലിയാവിൻ്റെ ഓർത്ത് ഏലീശാട് വന്നു. ആളുകൾ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ പോയി അന്വേഷിക്കട്ടെ ഏലിയാന്. ഏലീശ പറഞ്ഞു, വേണ്ട, നീ പോകണ്ട, ഞങ്ങളാരും പോകണ്ടെന്ന് പറഞ്ഞു. ഏലീശ തിരിച്ചു വരുന്നുണ്ട്. കയ്യിൽ ഏലിയാവ് തന്ന പുതപ്പുണ്ട്, വീണൊക്കെ ദേഹത്ത് മേളിയും താഴോട്ട് വീണ പുതപ്പിട്ട് ഒറ്റ അടി അടിച്ചു. ഒറ്റ അടി എടുത്തപ്പം നദി രണ്ടായിട്ട് പറഞ്ഞു. ഇല്ലേ, പുലർന്നില്ലേ? ഈ ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? അവൻ്റെ നീതി നമുക്ക് തന്നിരിക്കുന്ന യേശുവിൻ്റെ പേരിലാണ്. അതിൽ സന്തോഷിച്ച് വിനയപ്പെട്ട് അത് പ്രാപിച്ചെടുക്കും. അതിനൊക്കെ വിനയവും, അതാണ് ഹ്യൂമിലിറ്റി. അത് വാങ്ങിച്ചെടുക്കാനുള്ള കൃപ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എത്രമാത്രം ഞാനെന്ന ചിന്ത മാറ്റിയിട്ട് ക്രിസ്തു എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ കയറണം. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, 100% ചെയ്യാനൊക്കാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായിട്ടും ചെയ്തു തീർത്ത ഒരാളുണ്ട്, അത് യേശുവാണ്. നിൻ്റെ അടുക്കൽ വന്ന് പഠിക്കാനും അത് പറഞ്ഞു കൊടുക്കാനും അത് പഠിച്ചെടുത്ത് മറ്റുള്ളവർക്കും കൂടെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അധികമായ പരീക്ഷണങ്ങളിൽ കൂടെ കൊണ്ടുപോകാതെ കർത്താവേ, നിൻ്റെ അടുക്കൽ വന്ന് സ്നേഹത്തോടെ പഠിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ട് വന്നിരിക്കുക. അനുസരണത്തോടുകൂടി വന്നിരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുമല്ലോ. അതൻ പഠിപ്പിച്ചെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രയോജനം. ഒരാളെങ്കിലും കത്തുന്ന വിളക്കായിട്ട് നിന്നാൽ ദേശത്ത് പ്രയോജനമുണ്ട്. അങ്ങനെയെങ്കിലും ആക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചൻ. അനേക വിളക്കുകൾ ഒന്നിച്ച് കത്തിയാൽ അവിടെ ഒരു ശോഭയുണ്ട്, അവിടെ ഒരു തീനാളമുണ്ട്. അത് ദൂരെ നിന്നവർക്കും കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ കർത്താവേ. പരിശുദ്ധാത്മാവ് തന്നെ അത് ഏറ്റെടുത്തേ പറ്റൂ. മനുഷ്യനാൽ അസാധ്യം ദൈവത്തിന് സാധിക്കും. മലമേൽ കത്തിക്കൊണ്ട് നിൽക്കുന്ന പട്ടണം പോലെ ഞങ്ങളെ ആക്കി വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറമേൽ നിൻ്റെ പരിശുദ്ധാത്മ ശക്തിയായിട്ട് ഹേമിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. തക്ക സമയത്ത് നീ എറിയുന്ന ഈ വെള്ളത്തിന്മേൽ എറിയുന്നതായിട്ടുള്ളതായ ഈ ഭക്ഷണം, ഈ വലിയതായിട്ടുള്ള അറിവ്, അതെല്ലാം ഒരു കാലത്ത് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു. അതിനത് ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.